ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ഭഗവത് പാർഷദന്മാർ. അവതാരം ഒരിക്കലും ഒറ്റയ്ക്ക് വരില്ല, കൂടെ പുണ്യപുരുഷന്മാരെയും കൂട്ടും. അവതാര മധുരം അവർക്ക് നുകരാനും അവതാര ദൗത്യം പൂർത്തീകരിക്കാനുമാണ് ഈ ലീല. ശ്രീരാമനായി ആവിർഭവിക്കും മുൻപേ ദേവാദികൾക്ക് മഹർഷിമാരായും വാനരന്മാരായും ജനിക്കാൻ ഭഗവാൻ കൽപ്പന കൊടുത്തു. ഭഗവത് സാമീപ്യം ലഭിക്കാനായി കാലേക്കൂട്ടി വസിഷ്ഠ മഹർഷിയും ചെന്നു. ശ്രീകൃഷ്ണാവതാരത്തിലും തനിക്കൊപ്പം ദേവഗണങ്ങളെ, ഋഷീശ്വരന്മാരെ ഗോപീഗോപന്മാരാക്കി ഭഗവാൻ കൊണ്ടുവന്നു. യോഗിമണ്ഡലത്തിൽ നിന്ന് ധ്യാനമഗ്നനായ ഒരാളെ ശ്രീരാമകൃഷ്ണൻ കൊണ്ടുവന്നു. നരേന്ദ്രനാമത്തോടെ വന്ന ആ മഹാതപസി ശ്രീരാമകൃഷ്ണ അവതാര ദൗത്യ പൂർത്തീകരണത്തിന് യത്നിച്ചു. സ്വാമി വിവേകാനന്ദൻ. സത്യസായി സ്വരൂപം സ്വീകരിച്ച വിഭുവിനൊപ്പം വന്ന് അവതാര ദൗത്യ നിർവഹണത്തിൽ പങ്കാളികളായ കുറച്ച് മഹാസുഹൃതികളെ നമുക്ക് സ്മരിക്കാം. അവരുടെ സംഖ്യ നിരവധിയാണ്. ഈ അവതാരവേളയിൽ വിഭുവിൻ്റെ ലീലാരംഗം ലോകം മുഴുവനുമായിരുന്നല്ലോ. ഇതിനു മുമ്പുള്ള അവതാരങ്ങളിൽ അവിടുന്ന് പ്രവർത്തന മണ്ഡലമാക്കിയത് ജനിച്ച ഗ്രാമമോ വളർന്ന നഗരമോ അല്ലെങ്കിൽ സ്വന്തം രാജ്യമോ ആയിരുന്നു. ഭഗവാൻ സത്യസായി ബാബ തൻ്റെ ലീലയ്ക്കായി തിരഞ്ഞെടുത്തത് ലോകവും. 160-ലേറെ രാജ്യങ്ങളിലെ ഭക്തർ അവിടുത്തെ പൂർണ്ണാവതാരമായി അറിഞ്ഞു, അനുഭവിച്ചു. ഓം തത് സത്.